വെഞ്ഞാറമൂട് കൂട്ടക്കൊല. 23 വയസ്സുകാരനായ ഒരു ആൺകുട്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടക്കുരുതി ചെയ്ത സംഭവം. ഒരു തവണ പോലും വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയോ അതിൽ നിന്നും പിന്മാറാനുള്ള തോന്നലോ ഉണ്ടാകാതെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു പയ്യൻ വേണ്ടപ്പെട്ടവരുടെ പച്ചമാംസം വെട്ടിനുറുക്കിയപ്പോൾ ഞെട്ടിയത് മലയാളികളുടെ മനസാക്ഷിയാണ്. പലതരം അഭ്യൂഹങ്ങളും ദുരൂഹതകളും നിറഞ്ഞ ഈ കൊലപാതകങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ എന്തുകൊണ്ടാണ് പോലീസിന് ഇതുവരെയും കഴിയാതെ പോയത്? ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടും സ്വന്തം അനിയനെ പോലും കൊന്നിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ, കുറ്റബോധമില്ലാതെയാണ് അഫാൻ ഇരുന്നത്. ആദ്യമായി കൊല നടത്തുന്ന ഒരു വ്യക്തിയെ പോലെ അല്ല അഫാന്റെ പ്രവൃത്തികൾ എന്നത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. എന്തെങ്കിലും ലഹരിക്ക് അടിമയായിരുന്നു പ്രതി? ചോദ്യങ്ങൾ നീളുന്നു. നാട്ടിലെത്തിയ ദിവസം തന്നെ മകനെ തള്ളിപ്പറഞ്ഞ അച്ഛന് കുടുംബത്തിൽ നടന്ന പല കാര്യങ്ങളും അറിയില്ല എന്നതും ദുരൂഹമാണ്. തന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വീടും വസ്തുവും വിൽക്കാനിരുന്ന വ്യക്തിയാണ് പിതാവ് അബ്ദുൾ റഹീം. തന്റെ ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യതയുള്ളതിനെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അഫാന്റെ പിതാവ് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 4 മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു. സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. അതിനാൽ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യതയെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും ഇത്രയും തുക എന്തിനു ചിലവാക്കിയെന്നത് ഉത്തരമില്ലാതെ തുടരുന്നു. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് അഫാനും മാതാവും കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു. പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. അഫാന്റെ അമ്മ ഷെമീന ചിട്ടി നടത്തിയും പണം പോയി. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷെമീന ചിട്ടി നടത്തിയതെന്നാണ് പറയുന്നത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടുന്നു, പക്ഷേ പണം നൽകുന്നില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. കൂട്ടക്കൊലയിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ പ്രതി ലക്ഷ്യമിട്ടിരുന്നില്ലെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. തലക്കിടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടി വന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലക്കടിച്ച് വീഴ്ത്തിയതെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കടബാധ്യതയ്ക്ക് ഉമ്മയാണ് കാരണമെന്ന് എപ്പോഴും അമ്മുമ്മ കുറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് അമ്മയെ ആക്രമിച്ച ശേഷം അമ്മുമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് അഫാൻ ആദ്യം നൽകിയ മൊഴി. പെൺസുഹൃത്തിനോടുള്ള സ്നേഹം കാരണമാണ് അവളെ കൊന്നതെന്ന് അഫാൻ പറഞ്ഞിരുന്നു. ഇതേ അഫാൻ പെൺസുഹൃത്തായ ഫസാനയുടെ സ്വർണമാല വാങ്ങി പണയം വെക്കുകയും ഫസാന ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ മുക്കുപണ്ടം തിരിച്ചു കൊടുത്തതായും പറയുന്നുണ്ട്. അഫാന്റെ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയതും സ്വർണമാല കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു. താൻ മരിച്ചാൽ തന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായി ഈ മാല വിറ്റ് പണം കണ്ടെത്തണമെന്ന് സൽമ ബീവി മക്കളോട് പറഞ്ഞിരുന്നതാണ്. ആ മാലയുടെ പേരിലാണ് അഫാനും ബീവിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഇതേ മാല ചോദിച്ചാണ് അഫാനും എത്തുന്നത്. ഇനി ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തരില്ലെന്ന് സൽമ ബീവി തീർത്തു പറഞ്ഞപ്പോൾ അവരെ കൊലപ്പെടുത്തുകയും ശേഷം അവരുടെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുത്ത് വെഞ്ഞാറമൂടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് 74,000 രൂപയും വാങ്ങി. ഇതിൽ നിന്നും 40,000 രൂപ കടം വീട്ടിയെന്നും പോലീസ് പറയുന്നുണ്ട്. സ്നേഹം കൊണ്ട് അവൾ ഒറ്റയ്ക്കാകുമെന്ന് വിചാരിച്ചിട്ടാണ് തന്റെ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പറയുന്നുണ്ട്. സ്വർണമാലയ്ക്ക് പകരം മുക്കുപണ്ടമാണ് കൊടുത്തതെന്ന് എന്തെങ്കിലും തിരിച്ചറിയുമെന്ന് കരുതിയിട്ടായിരിക്കുമോ അഫാൻ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? കുടുംബത്തിൽ കടം പെരുകി ജീവിതം പ്രതിസന്ധിയിലായതോടെ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചു എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയതെന്ന് പറയുന്നുണ്ടെങ്കിലും അഫാൻ അമ്മയെയും അനുജനെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ചത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പോലീസുകാരോട് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അഫാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് കൃത്യമായ പ്ലാനുകളോടെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് ഇത്ര മനോധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഒന്നുകിൽ ചോര കണ്ട് അറപ്പ് മാറിയിരിക്കണം, അല്ലെങ്കിൽ സ്ഥലകാലബോധം നഷ്ടപ്പെടുത്തുന്ന ഉന്മത്തനാക്കുന്ന ഏതെങ്കിലും ലഹരിക്ക് അഫാൻ അടിമപ്പെട്ടു പോയിരിക്കണം. നിലവിൽ ഇതുവരെയും അത്തരമൊരു ലഹരിക്കടിമയായ വ്യക്തി കാണിക്കുന്ന ലക്ഷണങ്ങളൊന്നും അഫാൻ കാണിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അഫാൻ പോലീസിനെ പറ്റിക്കുന്നതാണോ അതോ പോലീസിന് വീഴ്ച സംഭവിച്ചതാണോ? എന്തായാലും കാത്തിരുന്ന് തന്നെ അറിയണം.